BR അരുൺ എഴുതി സംവിധാനം ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്ത് ഇപ്പോൾ 2 ദിവസം മുമ്പേ റിലീസായ വെബ് സീരീസാണ് ഭാർമ. 8 എപ്പിസോഡാണുള്ളത്. ഓരോന്ന് അരമണിക്കൂർ 20 മിനിറ്റ് അങ്ങനെയൊക്കെ ഒരു 8 എപ്പിസോഡ്. ഇത് ഒരു കയ്യടി കൊടുക്കേണ്ടത് കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം ഇവരെടുത്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒരു പരിധിവരെ ആ വിഷയം നമുക്ക് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മരുന്ന് കമ്പനിക്കാർ പോയി ഡോക്ടർമാരെ ചാക്കിടുന്നതും അവർക്ക് വേറെ മരുന്ന് വെച്ചിട്ടൊരു അസുഖത്തിന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളപ്പോഴും അയാൾ കമ്മീഷൻ വാങ്ങിച്ചതുകൊണ്ട് അതിനെ തന്നെ ഫോഴ്സ്ഫുള്ളി കയറ്റി വിടുന്നതും അതുമൂലം അവർക്ക് പ്രതിഫലം ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നത് ഇവിടെ നടന്നു വരുന്ന ഒരു സംഭവം അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമുക്ക് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബേബി ഫുഡ്സ് കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരേ ബ്രാൻഡ് വേറെ രാജ്യങ്ങളിൽ മര്യാദയ്ക്ക് കൊടുക്കുമ്പം ഇന്ത്യയിൽ മാത്രം ഷുഗർ കയറ്റി പഞ്ചസാര കയറ്റി പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടി. ഇപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്ന ബേബി ഫുഡ്സ് മിക്കതും പഞ്ചസാര വെള്ളമാണ്. പഞ്ചസാര ഷുഗർ കണ്ടൻറ്റ് കയറ്റി കൊടുക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് വയറിനൊരു ചെറിയ പ്രശ്നം കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് ഒരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോയി. പുള്ളിക്കാരൻ പറഞ്ഞാൽ പാൽ ഒഴിവാക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറേ മരുന്നുകൾ തന്നു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ വേറൊരിടത്ത് വേലയ്ക്കാവാത്തതുകൊണ്ട് വേറൊരിടത്ത് പോയി അവർ ഗോതമ്പ് കഴിക്കരുത് എന്ന് പറഞ്ഞ് വേറെ കുറേ മരുന്ന് തന്നു. അത് കഴിഞ്ഞ് വേറൊരിടത്ത് പോയി. അപ്പോൾ പിന്നെ ഞാൻ ചോറങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഗോതമ്പ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു കുറേ മരുന്ന് തന്നു. ഇല്ല കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻഡോസ്കോപ്പിങ് എല്ലാം ചെയ്ത് നോക്കി, പക്ഷേ ഇവരെഴുതിക്കുന്ന മരുന്നുകൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഒരാളെഴുതിയ മരുന്ന് എനിക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൽ യാരെ നമ്പർ എന്നൊരവസ്ഥയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ അവരുടെ ഇഷ്ടപ്രകാരമുള്ള അവർക്ക് കമ്മീഷൻ കിട്ടിയ സാധനങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരേ അസുഖം വെച്ചിട്ട് നിങ്ങൾ ഒരു 2-3 ഡോക്ടർ ഒരു ഡോക്ടറെ കാണിക്കാതെ കാണിച്ചെന്ന് പറയാതെ വേറെ ഡോക്ടറിനെ പോയി കണ്ടുവെക്ക്. അപ്പോൾ നല്ല രസമായിരിക്കും. ഒരു ഹോസ്പിറ്റലിന് പേരുണ്ടാവും. അതിൽ ഏതെങ്കിലും 1-2 ഡോക്ടർമാർ നിശ്ചയദാർഢ്യത്തോടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ പേരിലായിരിക്കും ആ ഹോസ്പിറ്റലിൻ്റെ പേരുണ്ടാവും. പക്ഷേ നമ്മൾ പോകുമ്പോൾ OP ടിക്കറ്റ് ആരാണ്ട് വേക്കൻസി നോക്കിയിട്ട് ആരാണെന്നറിയാതെ ആ ഹോസ്പിറ്റലിൽ നമ്പി അങ്ങ് പോകും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടാം. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിപ്പോയി, ഇവിടെ ഇങ്ങനെയാണ് സർ എന്ന് പറയും പോലെയാണ്. അപ്പോൾ ആ ഒരു വിഷയം നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അല്ലാതെ ഒരു വെബ് സീരീസായിട്ട് നമ്മൾ കാണുമ്പം ഇതിൽ ആദ്യത്തെ എപ്പിസോഡ്, ലാസ്റ്റ് എപ്പിസോഡ് ഇത് രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വരണ 6 എണ്ണം ഇട്ട് വലിച്ച് ഇഴച്ച് ഒരു കുന്തവും കുണാപ്പും ഇല്ലാതെ ഇങ്ങനെ എന്നിട്ട് ബോറടിപ്പിച്ച് കൊന്നുകളഞ്ഞ് 1.5 മണിക്കൂർ കാണിക്കാനുള്ള കണ്ടൻറ്റ് ഇവരേലുള്ളൂ. എന്നിട്ട് ഇവരെന്തെങ്കിലും വെബ് സീരീസ് അല്ലേ 3.5 മണിക്കൂർ അങ്ങ് കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങ് എടുത്തിരിക്കുകയാണ്. നമ്മളിട്ട് എതുക്കടാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് തമിഴ് ഇപ്പം കയറുന്നു. ഞാൻ തമിഴ് ബിഗ് ബോസ് കറക്റ്റായിട്ട് ഇപ്പോൾ റെഗുലർലി കാണുന്നുണ്ടായിരിക്കും. എന്തിനാണ് നമുക്കിതിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഇതിൽ നിവിൻ പോളി ഒരു മെഡിക്കൽ റെപ്പായിട്ട് പോകുന്നു. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ പുള്ളിക്കാരൻ ഊക്ക് വണ്ടിയായിരുന്നു. എവിടെ പോയാലും ഊക്ക് കിട്ടുന്നത്, അതായത് ആരംഭത്തിൽ വരുന്ന എക്സ്പീരിയൻസിൻ്റെ കുറവ്, അതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങൾ, ആൾക്കാരുടെ നിന്ന് അപഹാസ്യനായിട്ട് വരുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് നിവിൻ പോളി അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പഴയ നിവിൻ പോളിയുടെ ഒരു സംഭവം ചമ്മൽ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അവിടെ. ബിനു പപ്പുവും നിവിൻ പോളിയും വരുന്ന കോംബോയും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു ഒരു കൊള്ളാം, സംഭവം കൊള്ളാം. പിന്നെ അങ്ങോട്ട് ഇത് സീരിയസ് ട്രാക്കിലോട്ട് പോകണം. വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോഴും ഒരാവശ്യവും ഇല്ലാതെ കുറേ ബന്ധമില്ലാത്ത സീനുകൾ ചുമ്മാ ഇട്ട് കാണിച്ച് വണ്ടി ഓടണത്, നിവിൻ പോളി അങ്ങോട്ട് നടക്കണത് ഇങ്ങോട്ട് നടക്കണത്, മൂക്കിൽ കൈവച്ച് നോക്കുന്നത്, ഇങ്ങനെ കുറേ സാധനം ഇട്ട് ഇങ്ങനെ കാണിച്ച് അടുത്തതിലേക്ക് പെട്ടെന്ന് പോവുക. പിന്നെ ഇതിന് നോൺ ലീനിയർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2008 പിന്നെ 2018 അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതെന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു പഴയ കാലഘട്ടം കാണിച്ച് ലാസ്റ്റ് ഒരു ഹെവി സാധനം വെച്ചിട്ട് നിർത്തണമല്ലോ. ഓരോ എപ്പിസോഡ് തീർക്കാൻ നേരത്തെ എന്തോ ഒരു സംഭവം ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കാണിച്ചത്. പക്ഷേ അതിൽ ഒരു കഴമ്പില്ല, നമുക്കിട്ട് ബോറടി മാത്രമേ അതിൽ സമ്മാനിച്ചിട്ടുള്ളൂ ആ ഒരു വിഷയത്തിൽ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇതിൽ ഇമോഷണൽ കണക്ഷൻ എന്നൊരു സാധനം വരുന്നില്ല. ഇപ്പോൾ നമുക്ക് പണ്ട് ലാലേട്ടൻ്റെ നിർണയ സിനിമയിൽ ഒരു ഫയർ സാധനമുണ്ട്. ലാലേട്ടൻ്റെ ഡയലോഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. അവിടെ ലാലേട്ടൻ അടിക്കണം അടി എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുള്ളൂ. According to my ability and judgment, but I'll never use it to injure or wrong them. മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ട ആതൊരു ശുശ്രൂഷകൻ മനസ്സിൽ സൂക്ഷിക്കേണ്ട കൽപ്പനകൾ അതിൽ ഒന്നുപോലും ഓർമ്മയില്ലാത്ത തന്നെ പോലുള്ളവരാണോ ഈ മെഡിക്കൽ പ്രൊഫഷനെ ഇത്തരം തരം താഴ്ന്ന ഇറച്ചി കച്ചവടമാക്കിയത്? എന്ത് ഡയലോഗ്! ആ ഒരു മിനിറ്റോ 2 മിനിറ്റോ തന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരൊറ്റ സാധനം പോലും ഈ 3.5 മണിക്കൂറിൽ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പേഷ്യൻസുമായിട്ട് നമുക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവണം. എസ്പെഷ്യലി അത് കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് ഡബിൾ ആവും. ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അതിന് ഭയങ്കര ഒരു ലാഘവത്തോടെ അത് കൈകാര്യം ചെയ്തതുപോലെ ഒക്കെ ഉള്ള ഒരു ഫീലായിരുന്നു ആ പോർഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ടാകുക. പിന്നെ ഇതിങ്ങനെ പോയി ഇതിൻ്റെ മിഷൻ പരിപാടി വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഒരു സീൻ കാണിക്കുമ്പം
അവരുടെ അഭിനയത്തിൽ നിന്നോ ആ സീൻ ബിൽഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ അടുത്ത് എന്താണെന്നുള്ളത് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ത് കാര്യം ഇരിക്കണം ഇവർ ഭയങ്കര ട്വിസ്റ്റ് പോലെയൊക്കെ അവസാനം ഓരോ എപ്പിസോഡിൻ്റെ അവസാനം കൊണ്ടുവയ്ക്കുന്നത് നമ്മളൊരു 10 മിനിറ്റ് മുമ്പേ ഇതിനിപ്പോൾ ഇങ്ങനെ കാണിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പശു ആല് പൊക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാമെന്നുള്ള പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഇതിൻ്റെ പല എപ്പിസോഡും പല സീക്വൻസും ഉണ്ടായിട്ടുള്ളത്. പിന്നെ മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിൽ മൊബൈലിൽ കാണാനുള്ള സാധനമേ ഉള്ളൂ. വെബ് സീരീസാണ്, നിവിൻ പോളിയാണെന്ന് വിചാരിച്ച് നല്ല പ്രൊജക്ടറൊക്കെ എടുത്തിട്ട് കാണാൻ വേണ്ടി ഒന്നുമില്ല. സാധാരണ ഏതോ ഒരു ലുക്ക് ക്യാമറ ആയിട്ട് പോയിട്ടുണ്ട്. വെറുതെ ഒരു വഴിപാടിന് ചെയ്ത പോലത്തെ ഒരു സാധനം. എന്നാൽ വിഷയത്തിൻ്റെ ഒരു വിഷയം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ള ഒരു പോസിറ്റീവ് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത്. നിവിൻ പോളി ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇതിൽ ഒരു ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുള്ളി ഏജ് മാറുന്നതുണ്ട്, അതിനനുസരിച്ചുള്ള അഭിനയത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ അതിൽ തുടക്കത്തിൽ ആ ഒരു ഫ്രഷായിട്ട് ജോലിക്ക് വരുന്ന ആ ഒരു സാധനത്തിലുള്ള നിവിൻ പോളി നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവിടെയും നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യുന്നതല്ല, പുള്ളിക്കാരത് ഇങ്ങനെ ഇൻസെർട്ടൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. നിവിൻ പോളി നമ്മൾ നേരത്തിൽ പ്രേമത്തിലൊക്കെ കണ്ട നിവിൻ പോളി ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇപ്പോൾ എന്നെ പോലെയൊക്കെ ആയി കാണാൻ, അങ്ങനെയൊക്കെ ഒരു ഇതിൽ കാണി. ഇത് പിന്നെ കുറച്ച് കാലം മുമ്പേ ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇപ്പം നിവിൻ പോളി സെറ്റായെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഇൻസേർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു അമ്മാവൻ ഇങ്ങനെ വന്ന് നിൽക്കും പോലത്തെ ഒരു ഫീല് ഉണ്ടായിരുന്നു. പെർഫോമൻസിൽ പിന്നെ അങ്ങോട്ടൊക്കെ പോകും തോറും മൊത്തത്തിൽ ഇത് ആയിരിക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ കൺഫ്യൂഷൻ അടിക്കുന്ന രീതിയിലാണ് നിവിൻ പോളിയുടെ പെർഫോമൻസ് പോയിട്ടുള്ളത്. പക്ഷേ ശ്രുതി രാമചന്ദ്രനെ സെൻട്രൽ ക്യാരക്ടറാക്കി ഈ സാധനം കൊണ്ടുവരുന്നത് ഇത് പിന്നെയും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ക്യാരക്ടർ കിട്ടിലായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റ്, നമുക്ക് സ്നേഹമുള്ള അടുപ്പം തോന്നുന്ന ഗൈനക്കോളജിസ്റ്റുകളെ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ അതേപോലെ അവൾ പെർഫോം ചെയ്തിട്ടുണ്ട് ശ്രുതി. അതിൻ്റെ ആ കെയറിങ്ങും അതേ സമയത്ത് സീരിയസ് ആവുന്നതും ചില നോട്ടമൊക്കെ ഉണ്ട്. നോട്ടത്തിലൊക്കെ ഭയങ്കര ഒരു തീവ്രത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗംഭീര പെർഫോമൻസ് ശ്രുതി രാമചന്ദ്രൻ. പക്ഷേ ആ ക്യാരക്ടറിനെ എഴുതി എങ്ങനെ കൊണ്ടാക്കി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അത് ആ വഴിക്ക് പോകണം. പിന്നെ ഉള്ളത് മുത്തുമണി ഒരു സീനുണ്ട്. ഒരു പടക്കടയ്ക്ക് തീ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ബാഡാസ് സ്ലോ മോഷനിൽ അപ്പോൾ ചിരിച്ച് മരിക്കും. പിന്നെ രജത് കപൂർ മനുഷ്യൻ ഇതിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മോശം. ക്യാരക്ടറൊക്കെ നല്ല ഇതുള്ള പ്രാധാന്യമുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി എഴുതിയിൽ മോശം. നരയനുണ്ട്. വീണ നന്ദകുമാർ എന്തിനാണ് ഇതിലെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയെങ്കിലും ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണമെന്നുള്ളതുകൊണ്ടാണ്. ആ ക്യാരക്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ചുമ്മാ ഓരോ ക്യാരക്ടറിനെ എടുത്തിട്ടുന്നുണ്ട്. ബിനു പപ്പു ആസ് യൂഷ്വൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളൊന്നും എനിക്കത്ര ശരിയായി തോന്നില്ല. പക്ഷേ പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. സാഫ് ബോയ് ഉണ്ട്. സാഫ് ബോയുടെ ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കി തരും ഈ ക്യാരക്ടർ എങ്ങോട്ടൊക്കെ പോകുമെന്നുള്ളത്. സാഫ് ബോയ്. പിന്നെ ശ്രുതി ജയൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ആലേഖ് കപൂർ നല്ല ഒരു കോർപ്പറേറ്റ് വില്ലൻ, ടിപ്പിക്കൽ ഇതുപോലത്തെ. ഇതൊരു ത്രില്ലർ പോലെയൊക്കെ എടുക്കുക. പക്ഷേ ഡ്രാമയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇയാൾ പെരുമാറ്റത്തിലേക്ക് അതുണ്ട്. പക്ഷേ ക്യാരക്ടറൊക്കെ ഒരു കോമഡി പീസ് ക്യാരക്ടർ. അശ്വതി മനോഹരൻ ഉണ്ട്. സന്ധ്യ ജഡ്ജിയായിട്ട് വന്നിരിപ്പുണ്ട് ലാസ്റ്റ് ബിഗ് ബോസിലെ സന്ധ്യ ചേച്ചി. അപ്പോൾ ഇത്രയും പേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അഭിനന്ദൻ രാമാനുജം സിനിമാറ്റോഗ്രഫി. ഒരു ക്യാമറ ഉണ്ടാകുന്നു തോന്നുന്നു. ഒരു ക്യാമറ എടുത്തിട്ട് കൂടെ ഓടിയൊക്കെ കുറേയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അബ്ജക്ഷ് എസ് ആണ് മ്യൂസിക്. അതിന് മെൻറ്റർഷിപ്പ് എനിക്ക് തോന്നുന്നു ജെയ്ക്സ് ബിജോയുടെ എന്നാണ് എഴുതി വെച്ചിരുന്നത്. ജെയ്ക്സ് ബിജോയുടെ അണ്ടറിലൊക്കെ ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. എനിക്ക് പലതും മറ്റേ കൊച്ചു പിള്ളേർക്കുള്ള ഒരു വാഴപ്പഴത്തിൻ്റെയൊക്കെ പടമൊക്കെ ഉള്ള ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മ്യൂസിക് ഇടുന്ന ഒരു കാർട്ടൂണുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നു. ജംഗിൾ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു സാധനമാണ്. ജംഗിൾ ബീറ്റ്സ്. അതിലിടയ്ക്കിടയ്ക്ക് മ്യൂസിക് ഇടും. അതുപോലത്തെ മ്യൂസിക് ഇടയ്ക്ക് മറ്റേ സ്റ്റോക്ക് മ്യൂസിക് ആണെന്ന് പോലെ തോന്നിപ്പോയി. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്. ടെക്നിക്കലി ഞാൻ പറഞ്ഞില്ല, നോക്കണ്ട. കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുമ്മാ ബോറടിച്ച് ചത്ത് കണ്ട ഒരു വെബ് സീരീസ് ആയിട്ട് ബോർമയായിട്ട് അവസാനിച്ചു. എന്തരാ വരട്ടെ.